ഹലോ, പുതിയ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷനുമായിട്ടാണ് എജുബ്ലിസ് ലേണിംഗ് വന്നിരിക്കുന്നത്. CUET UG 2026 അപ്ലിക്കേഷൻ ഇതാ ഇപ്പോൾ NTA വിളിച്ചിരിക്കുന്നു എന്നുള്ള വാർത്തയുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത്. CUET UG 2026 എക്സാം എഴുതിയിട്ട് ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷനുകളിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കണമെന്ന് താല്പര്യപ്പെടുന്ന ഓരോ വിദ്യാർത്ഥികളും ഇങ്ങനെ കാത്തിരുന്നുള്ള ഒരു നിമിഷമാണ് എത്തിയിരിക്കുന്നത്. 2026 CUET UG അഥവാ കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റിനുള്ള അപ്ലിക്കേഷൻ ഇവിടെ ക്ഷണിച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ മുഴുവൻ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ നമുക്ക് വിശദമായിട്ട് പറഞ്ഞു പോകാം. എന്താണ് ആ പബ്ലിക് നോട്ടീസിൽ NTA പറഞ്ഞിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഓരോന്നായിട്ട് ഈ വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവാം. നമുക്ക് നോക്കാം. പബ്ലിക് നോട്ടീസ് 3rd January 2026 ഇന്ന് ഔട്ട് ചെയ്തിരിക്കുന്ന NTAയുടെ പബ്ലിക് നോട്ടീസിൽ NTA ഔട്ട് ചെയ്തിരിക്കുകയാണ്. നേരത്തെ തന്നെ പറഞ്ഞിരുന്നു 13 മീഡിയം ഓഫ് ലാംഗ്വേജസിൽ നിങ്ങൾക്ക് എക്സാം അറ്റൻഡ് ചെയ്യാം, എക്സാം നടക്കുക മെയ് മാസത്തിലായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതോടുകൂടി തന്നെ നമുക്ക് മനസ്സിലായി വളരെ അടുത്ത് തന്നെ അപ്ലിക്കേഷൻ സ്റ്റാർട്ട് ആവുന്നത്. അപ്പോൾ ഇതാ പബ്ലിക് നോട്ടീസ് 3rd January ഇവിടെ വന്നിട്ടുള്ള നോട്ടീസിൽ ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള എക്സാം നടക്കുന്ന ഡേറ്റുകൾ വളരെ കൃത്യമായിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കാം, ഓരോ ഡീറ്റെയിൽസ് നമുക്കിവിടെ ചെക്ക് ചെയ്യാം. ഓക്കെ, ഇൻവൈറ്റിംഗ് അപ്ലിക്കേഷൻ form for the Common University Entrance Test CUET UG 2026 for admission to undergraduate programs into central universities, participating universities, state deemed private. എല്ലാ അഥവാ CUET പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന എല്ലാ യൂണിവേഴ്സിറ്റികളിലേക്കുമുള്ള അപ്ലിക്കേഷൻ്റെ ഫോമാണ് ഇവിടെ CUET അപ്ലിക്കേഷൻ്റെ ഫോമാണ് ഇവിടെ വിളിച്ചിരിക്കുന്നത്. ഓക്കെ, നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ 13 മീഡിയം ഓഫ് ലാംഗ്വേജസിലൊക്കെ ഇതിൻ്റെ കാര്യങ്ങളുണ്ടായിരുന്നു. ഇനി അതിൻ്റെ ടെൻറ്റേറ്റീവ് ഡേറ്റ്സ് ഈ ഒരു വീഡിയോയിൽ NTA ഔട്ട് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, ഓൺലൈൻ അപ്ലിക്കേഷൻ ഫോം ഇന്ന് മുതലാണ് സ്റ്റാർട്ട് ആവുന്നത്. നമുക്ക് അതിന്റെ ഡേറ്റ് നോക്കാം. CUET UG 2026 will be conducted in the computer based test. CBT മോഡലായിരിക്കും എക്സാം നടക്കാം. നമുക്കറിയാം കമ്പ്യൂട്ടർ യൂസ് ചെയ്തുകൊണ്ടുള്ള എക്സാം ആയിരിക്കും. ആസ് പെർ ദ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഓൺലൈൻ സബ്മിഷൻ അപ്ലിക്കേഷൻ ഫോം ആരംഭിക്കുന്നത് 3-ാം തീയതി അഥവാ ഇന്ന് രാത്രി 11:50 മുതലാണ് അപ്ലിക്കേഷൻ ആരംഭിക്കുക. 30-ാം തീയതി വരെ, ഈ മാസം ജനുവരി 30-ാം തീയതി വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് വരുന്നത് 31-ാം തീയതി ജനുവരി 11:50 അവസാനത്തെ സമയമായിട്ട് CUET UG അപ്ലിക്കേഷന് കൊടുത്തിരിക്കുന്നത്. ഇനി അതിന്റെ കറക്ഷൻ വരിക, നിങ്ങൾ അപ്ലൈ ചെയ്തിട്ട് എന്തെങ്കിലും തെറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരുന്നത് ഫെബ്രുവരി 4-ാം തീയതിയാണ് വരുന്നത്. ഫെബ്രുവരി 2 മുതൽ 4 വരെ 2 ദിവസം വേണ്ടി അതിന് മാറ്റി വെച്ചിരിക്കുന്നു. പിന്നെ നിങ്ങൾക്ക് എക്സാം എഴുതേണ്ട സിറ്റിയും അതുപോലെ തന്നെ അഡ്മിറ്റ് കാർഡൊക്കെ എന്നാണ് ഡൗൺലോഡ് ചെയ്യുക എന്നുള്ള ഓപ്ഷനും വരും ദിവസങ്ങളിൽ അതിൻ്റെ ഡേറ്റുകൾ പിന്നീട് അനൗൺസ് ചെയ്യുമെന്നാണ് ഈ ഒരു പബ്ലിക് നോട്ടീസിലൂടെ NTA പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി എന്നായിരിക്കും എക്സാം? മെയ് മാസത്തിലായിരിക്കും എക്സാം എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെങ്കിൽ അത് കൃത്യമായിട്ട് പറഞ്ഞിരിക്കുകയാണ് ബിറ്റ്വീൻ 11 and 31. മെയ് 11-നും 31-നും ഇടയ്ക്കായിരിക്കും എക്സാം നടക്കുക. ടെൻറ്റേറ്റീവ് ഡേറ്റ്സ് ആണ് ഒരുപക്ഷെ മാറിയേക്കാം, അതിനൊക്കെയുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ ആൻസർ കീ എന്നാണ് ഡിസ്പ്ലേ ചെയ്യുക, അതും മറ്റൊരു ദിവസം അനൗൺസ് ചെയ്യുമെന്നാണ് NTA പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ഇത് ഏതാണ് വെബ്സൈറ്റ് നമുക്ക് നോക്കാം. https://cuet.nta.nic.in എന്ന് പറയുന്ന ഈ വെബ്സൈറ്റിലാണ് ഇതിൻ്റെ മുഴുവൻ കാര്യങ്ങളും ഉണ്ടാകുക എന്ന് പറഞ്ഞിരിക്കുന്നു. ഓക്കെ, നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസുകൾ നോക്കാം. ദ ഡീറ്റെയിൽസ് ഓഫ് ദ പ്രോഗ്രാം. നമ്മൾ നേരത്തെ കഴിഞ്ഞ പബ്ലിക് നോട്ടീസിൽ പറഞ്ഞതുപോലെ ഏതൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷനാണ് CUET ഏതൊക്കെ കോഴ്സുകളിലേക്കാണ് അഡ്മിഷൻ കൊടുക്കുന്നത് എന്നുള്ള ഡീറ്റെയിൽസ് ഓൾറെഡി NTA CUET.nic.in എന്ന വെബ്സൈറ്റിൽ യൂണിവേഴ്സിറ്റീസ് എന്ന ഭാഗത്ത് അവൈലബിൾ ആക്കിയിട്ടുണ്ട്. അത് ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് അത് ഏതൊക്കെ യൂണിവേഴ്സിറ്റിയിലേക്ക് എനിക്ക് പ്രിപ്പയർ ചെയ്യാം, ഏതൊക്കെ യൂണിവേഴ്സിറ്റിയിൽ ഏതൊക്കെ ഡൊമൈൻസ് പേപ്പറുകളാണ് എഴുതേണ്ടതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഓക്കെ, ഇനി അടുത്ത അതുപോലെ തന്നെ ആ ഓരോ യൂണിവേഴ്സിറ്റികളുടെ എക്സാമിൻ്റെ സിലബസും പാർട്ടിസിപ്പേറ്റിംഗ് യൂണിവേഴ്സിറ്റിയുടെ സിലബസും നമ്മുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആക്കിയിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ എക്സാമിൻ്റെ എലിജിബിലിറ്റി മറ്റു എല്ലാ റെലവൻറ്റ് ഇൻഫർമേഷനും NTA ഈ ഒരു വെബ്സൈറ്റിൽ അവൈലബിൾ ആക്കിയിട്ടുണ്ട് എന്ന് നേരത്തെ പറഞ്ഞതാണ്. അത് ഈ ഒരു പബ്ലിക് നോട്ടീസിലും കൂടെ അറിയിച്ചിട്ടുണ്ട്. പിന്നെ എക്സാമുമായിട്ട് ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് ഇമ്പോർട്ടൻറ്റ് ഇൻസ്ട്രക്ഷൻസ് ഈ ഒരു നോട്ടീസിൽ NTA ഔട്ട് ചെയ്തിട്ടുണ്ട്. അതാണ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. എന്താണ് ആ നോട്ടിഫിക്കേഷൻ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, കാൻഡിഡേറ്റ്സ് കാൻ അപ്ലൈ ഫോർ CUET UG 2026 ത്രൂ ദ ഓൺലൈൻ മോഡ് ഓൺലി. ഓൺലൈൻ മോഡ് മാത്രമായിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അത് തന്നെ ഈ വെബ്സൈറ്റ് മുഖേന CUET.nta.nic.in എന്ന ഈ അപ്ലിക്കേഷൻ ഇത് മുഖാന്തരം മാത്രമേ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്ലിക്കേഷൻ ഫോം എനി അതർ മോഡ് വിൽ നോട്ട് ബി അക്സെപ്റ്റഡ്. മറ്റൊരു ഓഫ്ലൈൻ ആയിട്ടുള്ള മറ്റൊരു മോഡിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനാവില്ല, അത് അക്സെപ്റ്റും ചെയ്യില്ല. പിന്നെ രണ്ടാമതായിട്ട് പറയുന്നത് ഓൺലി വൺ അപ്ലിക്കേഷൻ ഈസ് ടു ബി സബ്മിറ്റഡ് ബൈ എ കാൻഡിഡേറ്റ്. ഒരു കാൻഡിഡേറ്റിൽ നിന്ന് ഒരൊറ്റ അപ്ലിക്കേഷനെ സബ്മിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾ ഒരു അപ്ലിക്കേഷൻ കൊടുത്തോ തെറ്റിപ്പോയോ സബ്മിറ്റ് ചെയ്തു പിന്നെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല. അതുകൊണ്ട് ചെയ്യുമ്പോൾ നോക്കി ചെയ്യുക. ഒരൊറ്റ അപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ വളരെ
കൃത്യതയായിരുന്നു, ശ്രദ്ധയോടുകൂടെ നിങ്ങൾ അപ്ലൈ ചെയ്യണം. പിന്നെ പറയുന്നത് കാൻഡിഡേറ്റ്സ് മസ്റ്റ് സ്ട്രിക്ട്ലി ഫോളോ ദ ഇൻസ്ട്രക്ഷൻ ഗിവൺ ഇൻ ഇൻഫർമേഷൻ ബുള്ളറ്റിൻ. ഇതിൽ പറയുന്നത് CUET UG 2026 ഇൻഫർമേഷൻ ബുള്ളറ്റിൽ എന്താണോ കൃത്യമായിട്ട് കൊടുത്തിട്ടുള്ളത് അതിനനുസരിച്ച് മാത്രം ആ ഒരു റെഗുലേഷൻസ് ഒക്കെ ഫോളോ ചെയ്തിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ എന്നുകൂടെ ഇവിടെ NTA പറഞ്ഞു വെക്കുന്നത്. അപ്പം നിങ്ങൾ ഇൻഫർമേഷൻ ബുള്ളറ്റിൻ കൃത്യമായിട്ട് വായിച്ചിരിക്കണം. ഇൻഫർമേഷൻ ബുള്ളറ്റിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ നമുക്ക് ഇതിൽ വരും, ഈ ഒരു വീഡിയോയിൽ, ഈ ഒരു ചാനലിൽ നിങ്ങൾ വരും. മറക്കാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഓക്കെ, ഇനി അതിൽ ഇൻഫർമേഷൻ ബുള്ളറ്റിൽ പറഞ്ഞ പോലെ അല്ല നിങ്ങൾ അപ്ലൈ ചെയ്തില്ലെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും നിങ്ങൾ ഡിസ്ക്വാളിഫൈ ആകും എന്നാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, കാൻഡിഡേറ്റ്സ് മസ്റ്റ് എൻഷുർ ദ ഇമെയിൽ അഡ്രസ് ആൻഡ് മൊബൈൽ നമ്പർ പോയിന്റഡ് ഓൺ ആപ്ലിക്കേഷൻ ഫോം ആർ ദെയർ ഓൺ ഓർ പേരൻസ് ഓർ ഗാർഡിയൻ. നിങ്ങൾ അതിൽ കൊടുക്കുന്ന മൊബൈൽ നമ്പറും ഇമെയിൽ ID നിർബന്ധമായിട്ടും നിങ്ങളുടേതോ നിങ്ങളുടെ പേരൻസിൻ്റെതോ ആയിരിക്കണം. കാരണം നിങ്ങളുടെ ഹാൻഡിൽ അല്ലാത്ത, നിങ്ങളുടെ കയ്യിലില്ലാത്ത ഒരു ഇമെയിൽ IDയോ നമ്പറോ നിങ്ങൾ കൊടുത്താൽ ഒരു പക്ഷേ അതൊരിക്കലും അതിലേക്കുള്ള ഇൻഫർമേഷൻ നിങ്ങൾ കറക്റ്റ് ആക്സസ് ചെയ്യാൻ പറ്റില്ല. അതിലേക്കായിരിക്കും മറ്റു ഫർദർ ഇൻഫർമേഷൻ ഒക്കെ വരും. അപ്പോൾ അത് നിങ്ങൾക്ക് തെറ്റായിട്ട് ഭാവിക്കും. ഇത്രയും പ്രധാനപ്പെട്ട അതിലേക്കായിരുന്നു കമ്മ്യൂണിക്കേഷൻ്റെ എല്ലാ മെസ്സേജുകളും സെൻഡ് ചെയ്യുക എന്ന് NTA പറഞ്ഞിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പറഞ്ഞിരിക്കുന്നത്. ഈ 5 ഇൻസ്ട്രക്ഷനാണ് പറഞ്ഞിരിക്കുന്നത്. ആറാമതായിട്ട്, ഇനി നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പം എന്തെങ്കിലും ഡിഫിക്കൽട്ടീസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അതുപോലെ തന്നെ CUET.NTA.ac.in എന്ന് പറയുന്ന ഇമെയിൽ നിങ്ങൾക്ക് കണക്ട് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾ പുതിയ CUET UGയുടെ അപ്ഡേറ്റ് അറിയാൻ വേണ്ടി നിർബന്ധമായിട്ടും NTA.ac.in എന്ന് പറയുന്ന വെബ്സൈറ്റ് നിരന്തരം ചെക്ക് ചെയ്യണമെന്നും ഈ ഒരു പബ്ലിക് നോട്ടീസിലൂടെ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, NTA ഔട്ട് ചെയ്തിരിക്കുന്ന ലേറ്റസ്റ്റ് നോട്ടിഫിക്കേഷൻ്റെ എല്ലാവിധ ഇൻഫർമേഷൻ ഇവിടെ നിങ്ങൾക്ക് ഷെയർ ചെയ്തിരിക്കുന്നു. ഇനി നിങ്ങൾക്ക് കറക്റ്റ് സമയമായിരിക്കുകയാണ്. ഇനി നിങ്ങൾക്ക് എക്സാമിന് പഠിച്ചു തുടങ്ങാനുള്ള ലാസ്റ്റ് വാർണിംഗ് ബെൽ NTA മുഴക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് ഇപ്പോൾ തന്നെ നമ്മൾ പഠനം ആരംഭിക്കണം. CUET UG 2026 എക്സാമിന് തയ്യാറെടുക്കാൻ ഏറ്റവും നല്ല കോച്ചിങ് എജുബിൾസ് ലേണിംഗ് കൊടുക്കുന്നുണ്ട്. നമ്മുടെ CUET UG കൊമേഴ്സ് ബാച്ച് ഉണ്ട്, ഹ്യൂമാനിറ്റീസ് ബാച്ച് ഉണ്ട്, സയൻസ് ബാച്ച് ഉണ്ട്. അതിൽ 2 ബാച്ചുകൾ ഇപ്പോൾ ഓൾറെഡി റണ്ണിംഗ് ആണ്. 3ാമത്തെ ഒരു ബാച്ചിലേക്ക് അഡ്മിഷൻ ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു. മുഴുവൻ വിവരങ്ങൾ അറിയാനുണ്ട് ഉടനെ തന്നെ താഴെയുള്ള നമ്മുടെ അഡ്മിഷൻ കൗൺസിലറുടെ നമ്പറിൽ നിങ്ങൾക്ക് കണക്ട് ചെയ്യാം. CUET UG എക്സാമുമായി ബന്ധപ്പെട്ട എല്ലാ സംശയങ്ങൾക്കും നിങ്ങൾക്ക് അതിൽ കണക്ട് ചെയ്യാം. കൂടാതെ നിങ്ങളെ താഴെ നിങ്ങളുടെ അഡ്മിഷൻ ഹെൽപ്പ് ഡെസ്ക് ഗ്രൂപ്പിന്റെ വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് കൂടെ പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്ത് സംശയങ്ങൾ അറിയാൻ വേണ്ടിയിട്ടും ആ ഒരു ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഓക്കെ, മറ്റു കൂടുതൽ വിവരങ്ങളുമായി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. നന്ദി.